الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. സ്നേഹവും ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ നമ്മെ സമാധാനത്തിൻ്റെ അനുയായികളാക്കി മാറ്റി സമാധാനത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥന നടത്തണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ അത് പ്രവൃത്തിയിലൂടെ നമുക്ക് പഠിപ്പിക്കുകയും ചെയ്തു. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം അവൻ്റെ കയ്യിൻ്റെയും അവൻ്റെ നാവിൻ്റെയും ശല്യത്തിൽ നിന്നും മറ്റ് ആളുകൾ രക്ഷപ്പെട്ടവരാണ് മുസ്ലിം എന്നാണ് ദീനിൻ്റെ പാഠഭാഗം. നാം ഓരോരുത്തരും നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ അന്തസ്സലാമു മിങ്കസ്സലാം തുടങ്ങുന്ന സലാമിൻ്റെ പ്രാർത്ഥന, സമാധാനത്തിൻ്റെ രക്ഷയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും സമാധാനമാണ്. മുസ്ലിങ്ങളിൽ നിന്നും ഒരു നിലയിലും മറ്റാർക്കും ഒരു വിധത്തിലുള്ള അസമാധാനക്കേട് വരുത്തരുത് എന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ പേര് ധരിച്ച പല ആളുകളിൽ നിന്നും ഇതിന് വിപരീതമായ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൻ്റെ പിന്നിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഗൂഢപദ്ധതികൾ പലരും ആവിഷ്കരിക്കുന്നു. ഇതൊന്നും ഇസ്ലാമായി ഒരിക്കലും അംഗീകരിക്കാനോ പരിഗണിക്കാനോ കഴിയുകയില്ല.
അതുകൊണ്ട് മുസ്ലിങ്ങളായ നാം എല്ലാവരും തീർച്ചയായും സമാധാനപരമായ ജീവിതവും പ്രവർത്തനവുമാണ് നമ്മിൽ നിന്നും എപ്പോഴും ഉണ്ടാകേണ്ടത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ഇല്ലമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, സലാമായ രക്ഷപ്പെട്ട ശുദ്ധ ഹൃദയത്തോടു കൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നവർക്കല്ലാതെ രക്ഷയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടതായി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം നമ്മുടെ അയൽവാസികളോടും സഹപാഠികളോടും നമ്മുടെ പരിസരത്തുള്ളവരോടും അയൽ രാജ്യക്കാരോടും അടക്കം മുസ്ലിമാണോ തീർച്ചയായും അവൻ സമാധാനപരമായ പ്രവർത്തനങ്ങളെ അവനിൽ നിന്നും ഉണ്ടാകും. തീവ്രതയും വർഗീയതയും വച്ചു പുലർത്തുന്നവൻ തീർച്ചയായും നമ്മിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനം നമുക്ക് പ്രചോദനമേകേണ്ടതാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദീനിൻ്റെ യഥാർത്ഥ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ വിശുദ്ധ ഈ കലിമത്തു തൗഹീദ് ഉൾക്കൊണ്ട എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നാം വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശവ്വാലും ദുൽഖഅദയും ദുൽഹിജ്ജയും. നമ്മുടെ നാടുകളിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പോകുന്നതിനുള്ള സമയങ്ങൾ അടുത്തു. അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി ഗവൺമെൻറ്റിലൂടെ ഹജ്ജിന് പോകുന്ന, അപേക്ഷ സ്വീകരിച്ച് ഹജ്ജിന് പോകുന്ന ആളുകളുടെ യാത്ര തുടങ്ങുകയാണ്. അടുത്ത ശനിയാഴ്ചയാണ് ആദ്യത്തെ ഫ്ലൈറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹജ്ജ് കർമ്മം എന്നത് വളരെ ലളിതവും എന്നാൽ അല്പം ത്യാഗവും അതിൻ്റെ പിന്നിലുള്ളതാണ്. കാരണം മനുഷ്യരുടെ പിതാവ് എന്ന് പറയാൻ പറ്റുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം പിന്നീട് ഇമാമുൽ മുവഹിദി, തൗഹീദുള്ളവരുടെ ഇമാം എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ പറ്റുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അല്പം ത്യാഗമാണ് ഹജ്ജും അതിൻ്റെ എല്ലാ കർമ്മങ്ങളും. വിശുദ്ധ ഖുർആനിലൂടെ ഹജ്ജിനെ സംബന്ധിച്ച് നിരവധി ആയത്തുകളും അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. തീർച്ചയായും അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു വേണ്ടി ജനങ്ങൾക്ക് ആദ്യമായി ഭൂമിയുടെ മുകളിൽ പടുത്തുയർത്തപ്പെട്ട ആദ്യത്തെ ഭവനം പരിശുദ്ധ മക്കയിലുള്ള കഅബയാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. ഈ കഅബയെ പറഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹു പറഞ്ഞത് അവിടെയുണ്ട് വ്യക്തമായ ഒരു തെളിവ്, ദൃഷ്ടാന്തമുണ്ട്. അതായത് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പണിയുന്ന സന്ദർഭത്തിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറി നിൽക്കാൻ ഉപയോഗിച്ച ഇബ്രാഹിം നബിയുടെ കാലുകൾ അങ്ങനെ തന്നെ പതിഞ്ഞ ഒരു കല്ലവിടെയുണ്ട്. വമൻ ദഖലഹു കാന ആമിന. ഹറമിൻ്റെ ഉള്ളിൽ ആര് കയറിയോ അവൻ ആമിനായി, അഥവാ നിർഭയത്വം ഉള്ളവനായി. ഹറം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 127ഓളം കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തിനാണ് ഹറം എന്ന് പറയുക. ഒരു ഭാഗത്ത് അറഫയും വേറൊരു ഭാഗത്ത് നഖ്ലയും വേറൊരു ഭാഗത്ത് ഹുദൈബിയയും വേറൊരു ഭാഗത്ത് തൻഈമും വേറൊരു ഭാഗത്ത് അദാത്തു ലബനും വേറൊരു ഭാഗത്ത് ജഅറാനയും. ഈ പറയപ്പെട്ട സ്ഥലങ്ങളുടെ ഉള്ളിൽ ഉള്ള പ്രദേശത്തിനാണ് ഹറം എന്ന് പറയുക. വമൻ ദഖലഹു കാന ആമിന. ഈ പ്രദേശത്ത് അഥവാ ഇപ്പോൾ ഈ പറയപ്പെട്ട അതിർത്തിക്കുള്ളിൽ, ഹറം എന്ന് പറഞ്ഞാൽ മസ്ജിദിൻ്റെ ഉള്ളിലല്ല,
ഈ പറയപ്പെട്ട അതിർത്തിക്കുള്ളിൽ ആര് കടന്നാലും കാന ആമിന, അവൻ നിർഭയത്വം ഉള്ളവനാണ്. ഈ തത്വത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ പോലും, മുശ്രിക്കുകൾ പോലും ഈ തത്വം അംഗീകരിച്ചിരുന്നു. അവരുടെ സ്വന്തം പിതാവിനെ കൊന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നിലയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ആളാണെങ്കിലും അയാൾ ഈ പറയപ്പെട്ട ഏരിയയുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ അവിടെ വച്ച് അവനെ അവർ ഒന്നും ചെയ്യുമായിരുന്നില്ല, ശല്യപ്പെടുത്തുമായിരുന്നില്ല. അത്രയ്ക്കും പവിത്രമായ ഒരു സ്ഥലമാണ് ഹറം എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനൊരു ഏരിയ കൃത്യമായി തീരുമാനിച്ചത് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഈ പറയപ്പെട്ട 6 അതിർത്തികളിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സർവേക്കല്ല് അല്ലെങ്കിൽ മനാറുൽ അർദ് എന്ന കൃത്യമായ അടയാളം രേഖപ്പെടുത്തിയത്. തുടർന്ന് അള്ളാഹു പറയുന്നു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വഅ ഇലൈഹി സബീല. ഈ ഹറമിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ കഅബയിൽ, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത സ്ഥിതി ചെയ്യുന്ന സഫ മർവയിലും, അതുപോലെ തന്നെ 6ഉം അതുപോലെ 9ഉം അതുപോലെ 20ഉം 22ഉം ഒക്കെ കിലോമീറ്ററുകൾക്ക് ഉള്ളിലുള്ള പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന, മനാസിക്കുകൾ നിർവഹിക്കുന്ന ആ പുണ്യസ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കുക എന്നത് മനിസ്തത്വഅ ഇലൈഹി സബീല, അതിന് കഴിവുള്ള, സാമ്പത്തികമായി, ആരോഗ്യപരമായി, യാത്രാപരമായി ഒക്കെ സൗകര്യമുള്ള എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും അള്ളാഹു നിർബന്ധമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിലൂടെ ഹജ്ജിൻ്റെ നിർബന്ധതയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഇതുപോലെ തന്നെ സൂറത്തുൽ ബഖറ 196 കാണാം, വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക എന്നും വേറൊരു ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു മുസ്ലിമായ സ്ത്രീക്കും പുരുഷനും ഈ പറയപ്പെട്ട നിലയിലുള്ള ആരോഗ്യം, സമ്പത്ത്, യാത്രാ സൗകര്യങ്ങൾ വഴി സൗകര്യങ്ങൾ ഒത്തിണങ്ങിയാൽ അവൻ തീർച്ചയായും ഹജ്ജ് കർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം മുമ്പ് പറയപ്പെട്ട കഅബയിലുള്ള പ്രദക്ഷിണം, സഫാ മർവയിലുള്ള നടത്തം, മിനയിലും അറഫയിലും മുസ്ദലിഫയിലും പിന്നീട് മിനയിലുമുള്ള രാപകലുകളിലുള്ള ചില താമസങ്ങൾക്കാണ് ഹജ്ജ് എന്ന് ചുരുക്കത്തിൽ പറയുക. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അതിന് അല്പം ത്യാഗവും അതിൻ്റെ പിന്നിൽ ഉണ്ട്. അള്ളാഹു ഇത് നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, വമൻ കഫറ. ഈ സൗകര്യങ്ങളെല്ലാം ഒരാൾക്ക്, ഒരു സ്ത്രീക്കോ പുരുഷനോ ഉണ്ടായിട്ടും അവൻ അതിന് വരാതെ, അവൻ അതിനെ നിഷേധിക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്താൽ വമൻ കഫറ, അതിനെ നിഷേധിച്ചു അല്ലെങ്കിൽ കുഫ്ർ തിരഞ്ഞെടുത്തു. സൗകര്യങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷവും പോകാത്തവനെ അള്ളാഹു കുഫ്റിലേക്കാണ് ചേർത്തത്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹുവിന് ലോകരുടെ ആരുടെയും ഒരു വിധത്തിലും ഒരിക്കലും ഒരാശ്രയവും വേണ്ടാത്തവനാണ്. ഒരാൾ ഹജ്ജ് ചെയ്തു എന്ന് വിചാരിച്ച് അള്ളാഹുവിന് പ്രത്യേകിച്ചൊരു മഹത്വമോ വലിപ്പമോ ലഭിക്കാനില്ല. ഒരാൾ ചെയ്തില്ലെങ്കിൽ ഒന്നും അള്ളാഹുവിനെ സംബന്ധിച്ചൊന്നും കുറയാനുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഈ കർമ്മം നിർവഹിക്കുക എന്നത് അള്ളാഹു നമുക്ക്, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ഇസ്ലാം പൂർത്തിയാകണമെങ്കിൽ നിർബന്ധമായ ഒരു കർത്തവ്യമായി അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ഒരു ഹദീസിൽ കാണാം, മമ്മലക സാദൻ വറാഹില തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം ഫലം യഹുജ്ജ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ. മമ്മലക സാദൻ വറാഹില, ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തു, സമ്പത്ത് ഉണ്ട്, ആരോഗ്യത്തിന് പ്രശ്നമില്ല, യാത്രയുടെ വിഷയങ്ങൾ പ്രശ്നമില്ല, എന്നിട്ട് ഫലം യഹുജ്ജ, അവൻ ഹജ്ജ് കർമ്മം നിർവഹിച്ചില്ലെങ്കിൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ, ഒന്നിരിക്കൽ യഹൂദനോ അല്ലെങ്കിൽ ക്രൈസ്തവനോ ആയിട്ടാണ് അവൻ മരിക്കുക എന്നും
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്. ഈ ഹദീസും വിശുദ്ധ ഖുർആനിലെ വമൻ കഫറ എന്നുള്ള ആയത്തും വെച്ച് നോക്കുമ്പോൾ കൃത്യമാണ്, വ്യക്തമാണ്. എന്തിനധികം പറയുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണിശമായ തീരുമാനങ്ങൾ എടുക്കുകയും എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടും ഹജ്ജ് നിർവഹിക്കാത്തവർക്ക് ജിസിയ, കപ്പം, നികുതി ചുമത്താൻ തീരുമാനിച്ച വിവരം പോലും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അത്രയും നിർബന്ധമായ കർത്തവ്യമാണ് ഹജ്ജ് എന്നതും ഉംറ എന്നതും. കലിമത്തു തൗഹീദും നിസ്കാരവും സക്കാത്തും നോമ്പും കഴിഞ്ഞാൽ ഇതും കൂടി ഈ സൗകര്യങ്ങൾ ഇണങ്ങിയവൻ ചെയ്തെങ്കിൽ മാത്രമേ അവനെ ഒരു മുസ്ലിമായ നിലയിൽ പരിഗണിക്കാൻ കഴിയൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നാട്ടിൽ നിന്നും ഈ പ്രാവശ്യം ഒരു 4 പേര്, നാട്ടിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കും നമ്മുടെ ഈ മഹല്ലുമായി ബന്ധപ്പെട്ടവർ 4 പേര് പോകുന്നുണ്ട്. വേറെയും ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് പോകുന്നു. അള്ളാഹു അവരെ എല്ലാം അനുഗ്രഹിക്കട്ടെ. കർമ്മങ്ങൾ ഖുദുവന്നി മനാസിക്കക്കും, ഞാൻ എങ്ങനെയാണോ ഹജ്ജിൻ്റെ ഉംറയുടെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിർവഹിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൻ്റെ വേളയിൽ സഹാബികളോട് പറയുകയും അവരത് പഠിക്കുകയും അവരത് നമുക്ക് നുകർന്ന് പകർന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിസ്കാരമാണെങ്കിലും വളുവാണെങ്കിലും ഇസ്ലാമിൻ്റെ ഏത് കാര്യമാണെങ്കിലും നബിയുടെ ചര്യ എന്താണോ അങ്ങനെയായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കാരത്തെ പറ്റിയും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി മൻ തവല്ലഅ വുളൂഇ ഹാദാ, ഞാൻ ഈ വളു എടുത്തതുപോലെ ഒരാൾ വളു എടുത്തു, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കും. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നിൽ നിന്നും നോക്കി പഠിക്കൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ തന്നെ ഹജ്ജിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മുടെ ഇന്നാട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പുറപ്പെടുന്നവർക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമതായി അവരിലും നമ്മളിലും വേണ്ടത് നമ്മിൽ നിന്നും അള്ളാഹു അല്ലാത്തവർക്ക് ഏതെങ്കിലും നമ്മുടെ ഇബാദത്തിൻ്റെ ഒരംശം പോലും സമർപ്പിക്കുന്നത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടപൊരുതിയതും അതിനു വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവുകയും തിരിയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ചെയ്ത ദഅവത്ത് ഈ ഒരൊറ്റ കാര്യത്തിലായിരുന്നു, വളരെ പ്രധാനപ്പെട്ട നിലയിൽ. അത് അദ്ദേഹം സ്വന്തം കുടുംബത്തിൽ നിന്ന്, തനിക്ക് ജന്മം നൽകിയ പിതാവിൽ നിന്നും അദ്ദേഹം തുടക്കം വെച്ചു. അദ്ദേഹം ഈ കാര്യം ആളുകളോട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഇറാഖിൽ ജനിച്ചുവെങ്കിലും ഫലസ്തീനിൽ പിന്നീട് അദ്ദേഹം താമസിക്കേണ്ടി വന്നു. അവിടെ നിന്ന് തൻ്റെ ഈ ദൗത്യം പറയുന്നതിനും ഉദ്ഘോഷിക്കുന്നതിനും വേണ്ടി വിദൂര സ്ഥലമായ വിശുദ്ധ മക്കയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു വന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും കൂടി അവിടെ വന്ന് അവരെ തനിച്ചാക്കി അദ്ദേഹം തിരിച്ചുപോയി. വല്ലാത്ത വിഷമവും വേദനയും ആ കുടുംബത്തിനും അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഹാജറ റളിയല്ലാഹു അൻഹ തിരിച്ച് തൻ്റെ പ്രിയതമൻ പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്നെയും മകനെയും തനിച്ചാക്കി നിങ്ങൾ പോവുകയാണോ? ഇവിടെയാണെങ്കിൽ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പോലെ തന്നെ, റബ്ബന ഇനി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, അള്ളാഹുവേ, ഞാൻ എൻ്റെ കുടുംബത്തെ ഞാൻ നിന്റെ ആദരണീയ ഭവനത്തിൻ്റെ ചാരത്ത് സമീപത്ത് താമസിപ്പിച്ച് ഞാൻ പോവുകയാണ്. അള്ളാഹുവേ, അവിടെ അവർക്ക് സമാധാനം, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം, അല്ലെങ്കിൽ അവർക്ക് ഒരാശ്വാസത്തിന് നീയല്ലാതെ വേറെ ആരുമില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള, ഇപ്പോൾ തയ്യാറായിട്ടുള്ള, ഇനി വരാനുള്ള മുഴുവൻ ആളുകളും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാനുള്ളത്. അദ്ദേഹം അള്ളാഹുവിനോട് തൻ്റെ കുടുംബത്തെ താമസിപ്പിച്ച് പോകുമ്പോൾ ചെയ്ത പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ തൻ്റെ ഇണ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ തനിച്ചാക്കിയിട്ടാണോ പോകുന്നത്?
ഒന്നും രണ്ടുമുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകാതെ ഫലസ്തീനിൻ്റെ ഭാഗത്തേക്ക് ത്വരീഖ് ഹിജറ ഭാഗത്തിലൂടെ അല്ലെങ്കിൽ ത്വരീഖ് ഇബ്രാഹിം വഴിയിലൂടെ അദ്ദേഹം പോയി. മൂന്നാമത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഇണ വളരെ വിഷമത്തോട് ചോദിച്ചു, അതല്ല, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടാണോ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി നിങ്ങൾ പോകുന്നത്? അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. അള്ളാഹു അമറക ബിഹാദ. ഹാജറ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷമത്തോടു കൂടിയുള്ള ചോദ്യമാണ്. നേരം പോക്കിലുള്ള അനീസായ വെള്ളമോ അല്ലെങ്കിൽ മൃഗങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരോ ഒന്നുമില്ലാത്ത ഒരു കുഴിപ്രദേശത്ത് ചുറ്റും പാറക്കെട്ടുകൾ മാത്രം പൊങ്ങി നിൽക്കുന്ന സ്ഥലത്ത് 14500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെയും പാല് കുടിക്കുന്ന ഒരു കുട്ടിയെയും തനിച്ചാക്കിക്കൊണ്ട് ആ മഹാപ്രവാചകൻ യാത്ര തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ആ കുടുംബത്തിൻ്റെ മനസ്സിലുമുള്ള ആദിയും വ്യാധിയും നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ അതിന് യാതൊരു വിധത്തിലുള്ള സങ്കോചമോ അല്ലെങ്കിൽ സംശയമോ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള പ്രതിസന്ധിയോ ഒന്നും അതിന് തടസ്സമല്ല. അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ് എന്ന മറുപടി അദ്ദേഹം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൽ നിന്നും തൗഹീദ് പഠിച്ച, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കിയ തൻ്റെ കുടുംബം ഹാജറ റളിയല്ലാഹു അൻഹ അതിന് കൊടുത്ത മറുപടിയും കൃത്യമാണ്. ഇദൻ ലാ യുദിയാന, എന്നാൽ എനിക്ക് ഒരു ടെൻഷനുമില്ല. ഏത് സ്ത്രീക്ക് ഇങ്ങനെ പറയാൻ കഴിയും? ഏത് പിതാവിന് ഇങ്ങനെ പറയാൻ കഴിയും? ഏത് ഭർത്താവിന് ഇങ്ങനെ പറയാൻ കഴിയും? എവിടെയാണെന്ന് വെക്കണം? ആരും ഇല്ലാത്ത ഒരു പ്രദേശത്ത്, വെള്ളമില്ല, സൗകര്യങ്ങളില്ല, ഭക്ഷണമില്ല, മനുഷ്യനില്ല. അങ്ങനെ ഒരു കുടുംബത്തെ, രണ്ടുപേരെ, തൻ്റെ ഭാര്യയെയും തൻ്റെ കൊച്ചു കുഞ്ഞിനെയും തനിച്ചാക്കിക്കൊണ്ട് ആ പ്രവാചകൻ പോകുമ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ്, അദ്ദേഹത്തിൽ നിന്നും ദീൻ പഠിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബന്ധവും എത്ര ശക്തമാണ് അള്ളാഹുവുമായിട്ടുള്ളത്. അല്പം കാരക്കയും അല്പം വെള്ളവും ഒരു തോൽ സഞ്ചിയിലാക്കി തിരിച്ചുപോയ ആ മഹാപ്രവാചകൻ ഇവരുടെ ഭക്ഷണവും വെള്ളവും തീർന്നതിന് ശേഷം അള്ളാഹു തന്നെ സംവിധാനം ചെയ്തു, അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയതെന്നും എങ്കിൽ ഞങ്ങൾ പരാജിതരാവുകയില്ല, നഷ്ടപ്പെടുകയില്ല, ഞങ്ങൾക്ക് ദുഃഖിക്കാനില്ലെന്ന ആ കുടുംബത്തിൻ്റെ മറുപടിയും സാക്ഷാത്കരിച്ചുകൊണ്ടല്ലേ ഇന്ന് നാമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സംസം അവിടെ ഉറവിട്ടത്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്മായിലിൻ്റെ ഉമ്മയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലൈഹിസ്സലാത്തു വസ്സലാം, അവർ ആ വെള്ളത്തെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ മക്കയിലൂടെ കുത്തി ഒലിച്ചു പോകുന്ന ഒരു നദിയായി അല്ലെങ്കിൽ ഒരു പുഴയായി അത് മാറിയേനെ. അവരാർത്തി കൊണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തടുത്തു നിർത്തിയത് കൊണ്ടാണ് സംസം ഇന്ന് ഇക്കാണുന്ന നിലയിൽ ഇന്നവിടെ കാണുന്നത്. ഇല്ലെങ്കിൽ അതൊരു പുഴയായി മാറിയേനെ. അതെന്തിൻ്റെ ബറക്കത്താണ് സഹോദരങ്ങളെ? അവരുടെ അടിയുറച്ച, കറകളഞ്ഞ, പാറ പോലെ ഉറച്ച ആ വിശ്വാസത്തിൻ്റെ അടിയിൽ നിന്നാണ് സംസം പൊട്ടി ഒലിച്ചത്. അതൊക്കെ ഒന്ന് കാണാനും ഒന്ന് കുടിക്കാനും അവിടെയൊക്കെ പ്രദക്ഷിണം ചെയ്യാനും നടക്കാനുമാണ് അള്ളാഹു നമ്മെ അന്നു മുതൽ ഇന്നുവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണണം, നിങ്ങളുടെ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും കുടുംബവും ചെയ്ത ത്യാഗവും അവർ എനിക്ക് വേണ്ടി അർപ്പിച്ച അർപ്പണബോധവും. ഇന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്, എല്ലാ വിധത്തിലുള്ള ഫലങ്ങളും അവിടെയുണ്ട്, എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും അവിടെയുണ്ട്. എന്നല്ല, ലോകത്ത് എവിടെയും ലഭിക്കാത്ത പല വർഗങ്ങളും സൗകര്യങ്ങളും അവിടെയുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടാണ്. പക്ഷേ അന്ന് ഇതൊന്നും ഇല്ലാതിരുന്നു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ.
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, അതിവിടെ താമസിപ്പിച്ചതിൻ്റെ ലക്ഷ്യം അദ്ദേഹം പറയുകയാണ്. അള്ളാഹുവേ, അവർ നിസ്കരിക്കുന്നവരായി തീരാൻ വേണ്ടിയാണ്. എന്തിനാണ് നിസ്കാരത്തെ അദ്ദേഹം വ്യക്തമായി എടുത്തു പറഞ്ഞത്? നിസ്കാരം മുഴുവനും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഒന്നു മാത്രമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയില്ലാത്ത നിസ്കാരത്തെ പറ്റി അല്ല പറഞ്ഞത് കാമു കുസാല യുറാവുനാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹ്ക്ക് വേണ്ട എന്ന. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹുസ്സലാ വതബഉശ്ശഹവ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു വലാ തുആമിൽ മിസ്കിൻ ഫവൈലുൻ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ അതിന് കൊടുക്കേണ്ട വലിപ്പവും സ്ഥാനവും അർഹതയും ഇല്ലാത്ത നിലയിൽ അലവലാതിയായി നിസ്കരിക്കുന്ന, തോന്നിയതുപോലെ നിസ്കരിക്കുന്ന ആളുകളെ പറ്റിയ ഈ ആയത്തുകളെല്ലാം പറഞ്ഞു. ഇതെല്ലാം ആയത്തുകളാണ്. ആളുകൾക്ക് വേണ്ടി നിസ്കരിക്കുന്നവർക്ക് നാശം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ്സലാ, ആ പ്രവാചകന്മാർക്ക് ശേഷം പിന്നെ കുറെ ആളുകൾ വന്നു, അവർ നിസ്കാരത്തെ പാഴാക്കി. എന്നെ ഓർക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളെ തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തും എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയപ്പെട്ട ആ നിസ്കാരക്കാരുണ്ടായി തീരാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ താമസിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും റബ്ബന ലിയുഖീമുസ്സലാ ഫജഅൽ അഫ്ഇദത്തം മിനന്നാസ് തഹ്വി ഇലൈഹിം. അള്ളാഹുവെ, ലോകത്തുള്ള സുഹൃതം ചെയ്യുന്ന നല്ല മനുഷ്യന്മാരുടെ ശുദ്ധ ഹൃദയങ്ങൾക്ക് ഈ വീട്ടിലേക്ക്, ഈ നാട്ടിലേക്ക്, ഈ വിശുദ്ധ ഭവനം ഒന്ന് കാണാനും ഒന്ന് ചുറ്റാനും ഇതിൻ്റെ പരിസരങ്ങളിലുള്ള മനാസിക്കുകളിലെല്ലാം മശായിറുകളിലെല്ലാം നല്ല നിലയിൽ ആത്മനിർവൃതിയായി കർമ്മങ്ങൾ ചെയ്യാനും നീ ഒരു കാന്തിക ശക്തി ആ നാട്ടിലേക്ക്, ആ വീട്ടിലേക്ക് കൊടുക്കണം തമ്പുരാനെ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. വർസുഖ്ഹും മിനസ്സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. അള്ളാഹുവേ, എവിടെ കിട്ടാത്ത ഫലവും പഴവും രുചിയുള്ളതും അവിടെ നീ എത്തിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഒന്നുമില്ലാത്ത നാട്ടിൽ, ഒരു സൗകര്യവുമില്ലാത്ത നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിശുദ്ധ കഅബയുടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിൻ്റെ ഫലമായി കൊണ്ടാണ് സഹോദരങ്ങളെ നമ്മളെല്ലാവരും അതിനോട് ആഗ്രഹിക്കുന്നതും പോയതും പോയിട്ടുള്ളതും പോകാൻ താല്പര്യപ്പെടുന്നതുമെല്ലാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്നാണ്. അഥവാ നിസ്കാരം കൃത്യമായി നിലനിർത്തൽ കൊണ്ട് ദിവസവും 5 നേരവും നിർബന്ധപൂർവം അള്ളാഹുവിനെ ഓർമ്മിക്കൽ കൊണ്ട് തൻ്റെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളിലും അള്ളാഹുവിനെ ഓർക്കണമെന്നും അവൻ്റെ വിലക്കുകളും അവൻ്റെ കൽപ്പനകളും തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കണം എന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അത് നിലനിർത്താൻ വേണ്ടിയാണ് 24 മണിക്കൂറും അത് കറങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് നിസ്കാരം നമ്മോട് അള്ളാഹു നിർബന്ധമാക്കിയത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഉണ്ടായത് ആ വീട്ടിലേക്ക് തിരിഞ്ഞ് നമ്മളോട് നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചത്. 10, 16, 17 മാസങ്ങളോളം മക്കയിൽ നിന്നും മദീനയിൽ ചെന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയ്ക്ക് ശേഷം പണിതുയർത്തിയ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചു. പക്ഷെ പ്രവാചകന്റെ ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹം തൻ്റെ പിതാവ് പണിത ആദ്യത്തെ ഭവനത്തിലേക്ക് തനിക്ക് തിരിയണമെന്നതായിരുന്നു. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. പ്രവാചകരെ, തങ്ങൾ എപ്പോഴാണ് വിശുദ്ധ കഅബയിലേക്ക് തിരിയാൻ എൻ്റെ ഓർഡർ വരുന്നത് എന്ന് നോക്കിക്കൊണ്ട് ആകാശത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നബിയെ, തങ്ങൾ തിരിഞ്ഞോ? അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞു. മസ്ജിദുൽ ഖിബലത്തൈൻ, ഇന്ന് മദീനയിൽ പോകുന്ന നമ്മളെല്ലാവരും ഖിബലത്തൈൻ പോയി സന്ദർശിക്കും. ആ പള്ളിയിൽ വെച്ച് ദുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കവേ 2 റക്അത്ത് കഴിയുമ്പോഴാണ് പ്രവാചകന്റെ അടങ്ങാത്ത ആഗ്രഹം സാക്ഷാത്കരിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയത്ത് അവതരിപ്പിച്ചത്. പ്രവാചകൻ തിരിഞ്ഞത് 2 റക്അത്ത് മക്കയിലേക്കും 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കും തിരിഞ്ഞുള്ള നിസ്കാരം.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചതോടൊപ്പം നബിയും ആ പ്രവാചകനെ തുടരാനും പ്രവാചകൻ പണിത പള്ളിയോടിലേക്ക് തിരിയാനും ആഗ്രഹം താല്പര്യവും പ്രകടിപ്പിച്ചു. എന്തിൻ്റെ പേരിലാണ്? ആ പ്രവാചകൻ ചെയ്ത അതേ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ പ്രവാചകൻ്റെ തേട്ടവും ആ പ്രവാചകൻ്റെ യാത്രകളും ആ പ്രവാചകൻ്റെ നിരന്തര പരിശ്രമങ്ങളും. അവിടെ കൊണ്ടുവന്നാക്കി കഅബയെല്ലാം പിന്നീട് പണിതുയർത്തിയതിന് ശേഷം ആ പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ടാണ് നമ്മുടെ നബി പോലും ജനിച്ചു വീണത്. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. അള്ളാഹുവേ, മക്കയിൽ നിന്ന് തന്നെ നല്ലൊരു റസൂലിനെ നീ പറഞ്ഞയക്കണം, ഈ നാട്ടുകാരെ പഠിപ്പിക്കാൻ പറ്റുന്ന, അവരെ സംസ്കരിക്കാൻ പറ്റുന്ന നല്ലൊരു ശുദ്ധ ഹൃദയമുള്ള ഒരു മനുഷ്യനെ. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശുദ്ധ കഅബയും അദ്ദേഹത്തിൻ്റെ മക്കളും പണിതുയർത്ത പള്ളിയിലേക്ക് മാത്രമേ പള്ളി എന്നുള്ള നിലയിൽ കൂലി കിട്ടാൻ നിങ്ങൾ യാത്ര ചെയ്യാവൂ എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളിയിലേക്ക് ആ പുണ്യം തേടി നിങ്ങൾ പോകാവൂ. ഒന്നേതാ മസ്ജിദുൽ ഹറാം, 2 മസ്ജിദുൽ അഖ്സ, 1 അതുപോലെ 3 മസ്ജിദുൽ നബവി. ഈ 3 പള്ളിയും ഇബ്രാഹിം നബിയും മക്കളും പണിതുയർത്തിയതാണ്. മസ്ജിദുൽ ഹറാം പണിതുയർത്തിയത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നേരിട്ട്. ബൈത്തുൽ മുഖദ്ദസ് പണിതുയർത്തിയത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മസ്ജിദുൽ നബവി പണിതുയർത്തിയത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലമായി അള്ളാഹു കൊണ്ടുവന്ന മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ചാൽ 1,00,000, മസ്ജിദുൽ നബവിക്ക് 1000, മസ്ജിദുൽ അഖ്സയ്ക്ക് 500. ഈ 3 പള്ളിയല്ലാതെ, അഥവാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഈ 3 പള്ളിയിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം തേടി പോകരുതേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ ശക്തമായ കൽപ്പന. ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും പല ആളുകളും ഇന്ന് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്കുള്ള ശക്തമായ ദഅവത്ത്, അള്ളാഹുവിലേക്കുള്ള ഹിജറത്ത്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള പള്ളി പണിയൽ, അള്ളാഹ്ക്ക് വേണ്ടി തീയിൽ വീഴൽ, അള്ളാഹുവിന് വേണ്ടി സന്താനത്തെ സമർപ്പിക്കൽ, അള്ളാഹുവിന് വേണ്ടിയുള്ള സംസം, അള്ളാഹുവിന് വേണ്ടി സ്വന്തം രാജാവിനോടുള്ള തർക്കം പോലും. അലം തറ ഇലല്ലദി ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ അതാഹുല്ലാഹുൽ മുൽക്ക്. അധികാരം കിട്ടി എന്നുള്ള ഒറ്റ കാരണത്താൽ അള്ളാഹുവിൻ്റെ പേരിൽ തർക്കിക്കുന്ന ഒരുത്തനെ നീ കണ്ടില്ല നബിയെ എന്ന് നമ്മുടെ നബിയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു തആല പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം രാജാവിനോടും പിതാവിനോടും നാട്ടുകാരോടും ഒക്കെ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് പ്രാർത്ഥിക്കുക. ഹൽ യസ്മഊനക്കും ഇത് തദ്ഊൻ എന്ന ചില സന്ദർഭത്തിൽ അദ്ദേഹം സ്വന്തം ജനതയോട് ചോദിച്ചത്. ഹൽ യസ്മഊനക്കും ഇത് തദ്ഊൻ, അള്ളാഹു അല്ലാത്ത വസ്തുക്കളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ശരിയാ, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ കുറിക്കുകൊള്ളുന്ന ചോദ്യം. അവർക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇബ്രാഹിം നബിയെ അവർ ഒതുക്കാൻ തന്നെ തീരുമാനിച്ചു, തീയിലിടാൻ. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു പൊന്നുപോലെ കാത്തു രക്ഷിച്ചു. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിനെ കരിക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. അള്ളാഹു തീയോട് പറഞ്ഞു, കരിക്കരുത്, തണുക്കുകയും ചെയ്യരുത്. രണ്ടിൻ്റെയും ഇടയിലുള്ള മധ്യ നിലപാട് സ്വീകരിച്ച് സുഖവാസത്തിലായിരിക്കണം എൻ്റെ ഇഷ്ടദാസനോട് നീ സ്വീകരിക്കേണ്ട നിലപാടെന്ന് കരിക്കുക എന്ന വിശേഷണമുള്ള തീയോട് അള്ളാഹുവിൻ്റെ കൽപ്പന. മുറിക്കുക എന്ന വിശേഷണമുള്ള മൂർച്ചയോട്, കത്തിയോട്, വാളിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന, മുറിക്കരുത്. എൻ്റെ ദാസനെ ഞാൻ പരീക്ഷിച്ചതായിരുന്നു, പരീക്ഷണത്തിൽ അവൻ വിജയിച്ചു, അദ്ദേഹം വിജയിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ മഹാപ്രവാചകനെ തുടർന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും നാം കൃത്യമായി പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങിയ മുഴുവൻ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ മക്കൾക്കേ ലഭിച്ചിട്ടുള്ളൂ.
അദ്ദേഹത്തിൻ്റെ മക്കളെയാണ് അള്ളാഹു പ്രവാചകന്മാരായി തെരഞ്ഞെടുത്തതല്ല. ഒമിൻ ദുർരിയത്തിഹി ദാവൂദ വ സുലൈമാന വ അയ്യൂബ വ യൂസുഫ വ മൂസ വ ഹാറൂൻ. ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ മക്കളാണ്. വ സക്കരിയ വ യഹ്യ വ ഈസ വ ഇല്യാസ് വ ഇസ്മായിൽ വ അൽയസ വ യൂനുസ് വ ലൂത്ത വ കുല്ലൻ ഫളൽനാ അലൽ ആലമീൻ. ഇവരെല്ലാവരും ഖലീലിൻ്റെ മക്കളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അള്ളാഹു നൽകാൻ കാരണം? അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു, സ്വന്തം നഫ്സിനെ തന്നെ തീയിലേക്കിടാൻ തയ്യാറായി, തനിക്ക് ലഭിച്ച മകനെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി, ലോകത്ത് ആദ്യമായി അള്ളാഹുവിൻ്റെ ഭവനം വ്യക്തമായ നിലയിൽ പണിതുയർത്തി, ആളുകളോടെല്ലാവരോടും ഇവിടെ വരണമെന്ന് അദ്ദേഹം കർശനമായി ആഹ്വാനം ചെയ്തു. ഇതെല്ലാം ഈ ഒരൊറ്റ പ്രവാചകനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കാര്യം, അതിനു മുമ്പ് നൂഹ് നബി വന്നു, സ്വാലിഹ് നബി വന്നു, ഹൂദ് നബി വന്നു, ഇദ്രീസ് നബി ഉണ്ടായിരുന്നു, ആദൻ നബിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇവകൾക്കെല്ലാം ഒരു അടിസ്ഥാനമായി അള്ളാഹു തീരുമാനിച്ചത് മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഈ പ്രവാചകന് അള്ളാഹു ഖലീൽ എന്ന നാമം കൊടുക്കാനുള്ള കാരണം ചില ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹം എന്തും അള്ളാഹുവിനോട് ചോദിക്കൂ, സൃഷ്ടികളോട് അദ്ദേഹം ഒരു കാര്യവും ചോദിക്കുകയില്ല, സമർപ്പിക്കുകയില്ല. ഈ ഒരു നിലപാട് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളിലും കാര്യങ്ങളിലും നമുക്ക് വേണം. നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് വാങ്ങിച്ചെടുക്കാനുള്ള സാമർഥ്യം നമുക്കുണ്ടാകണം. അതിന് നാം ഈമാനികമായി കർമ്മപരമായി നാം നന്നായി തീരണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നല്ലോ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒളുവെടുക്കും, നിസ്കരിക്കും, റബ്ബിൻ്റെ മുമ്പിൽ അപേക്ഷിക്കും. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കാരം മുഖേനയാണ് എന്ത് പ്രശ്നങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയിരുന്നത്. മഴയില്ലേ, അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും സംഗതിയുണ്ടോ, അതുപോലെ തന്നെ ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അതുപോലെ തന്നെ യുദ്ധമുഖങ്ങളുണ്ട്, ഏത് വിഷയങ്ങളിലും സുജൂദും നിസ്കാരവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുകയും നമ്മോട് അതിനാഹ്വാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു എങ്കിലും ഇതിലൊന്നും ഒരു ജീവനുള്ളതോ ഒരു കനം തൂങ്ങുന്നതോ ഒരു ആത്മാർത്ഥതയുള്ളതോ ആകുന്നില്ല എന്നതാണ് നമ്മുടെ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ ഹജ്ജിന് ശേഷമുള്ള പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കപ്പെടാതെ മടക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നമ്മെ ദീനിൻ്റെ അഹ്കാമുകളും പ്രത്യേകിച്ച് തൗഹീദൊക്കെ എങ്ങനെ പഠിപ്പിച്ചോ അതങ്ങനെ തന്നെ ജീവിതത്തിൽ കൃത്യമായി പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാം എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമാധാനവും സന്തോഷവും നമ്മുടെ രാജ്യത്തും ലോകത്തെല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു കൊണ്ടുവരട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന യഥാർത്ഥ സമാധാനത്തിൻ്റെ വാഹകരായി അള്ളാഹു നമ്മെല്ലാം കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അധ്യായം സാഫാത്ത് 100-ാമത്തെ ആയത്തിലൂടെ
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ക്ഷമയുള്ള ഒരു മകനെ അള്ളാഹു കൊടുത്തു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം ഫലമ്മ ബലഗ മഅസ്സഅയ. ആ കുട്ടി തന്നോടൊപ്പം നടക്കാനും സംസാരിക്കാനും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാനുള്ള പ്രായമായപ്പോൾ ഖാലയ ബുനയ്യ, അദ്ദേഹം മോനോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഇന്നി അറാഫിൽ മനാമി അന്യാദ്ബഹു, നിന്നെ ബലി കൊടുക്കണമെന്ന് ഞാൻ ഇതാ സ്വപ്നം എനിക്ക് കണ്ടിരിക്കുകയാണ്. ഫന്ദുർ മാതാ തറ, നിൻ്റെ അഭിപ്രായം ഞാനൊന്ന് ചോദിക്കുകയാണ്. ഖലയാവത്ത് ഇഫ്അൽ മാ തുഅ്മർ. ആ മകൻ പറഞ്ഞു, പിതാവേ, നിങ്ങളോട് എന്താണോ കൽപ്പനയുള്ളത് അത് നിങ്ങൾ നിർവഹിക്കുക. വെറുതെ ഒരു കൊച്ചു വെറുതെ പറയുന്നതല്ല. ഖലീലിൻ്റെ മകനാണ്. അദ്ദേഹത്തിൽ നിന്നും ചെറുപ്പമേ മുതൽ അദ്ദേഹം കേട്ടു പഠിച്ചത് അള്ളാഹുവിനെ കുറിച്ചാണ്. ആ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക എന്നല്ലാതെ ആ കുട്ടിക്ക് വേറൊരു മറുപടിയും പറയാനില്ല. സതജിദുനി, നിങ്ങൾക്കെന്നെ കാണാം, ഇൻഷാ അള്ളാഹ്. കുട്ടി പറഞ്ഞ വാക്ക ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ മിനസ്സാബിരീൻ, അതിന് ഞാൻ ഒതുങ്ങുന്നവനും അതിന് ഞാൻ തയ്യാറായവനും അതിന് ക്ഷമയുള്ളവനുമായി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി. അപ്പോൾ പിതാവ് എങ്ങനെയാണോ അതിൻ്റെ ഒരു മാതൃകയായിരിക്കും സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കളും. മാതാവ് എങ്ങനെയായിരിക്കുമോ അവരുടെ സംസാരവും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കും നമുക്ക് ജനിക്കുന്ന മക്കളും. അതുകൊണ്ട് ഞാനും നിങ്ങളും മാതാവും പിതാവും ആയതോടൊപ്പം തന്നെ ഇവരിൽ നിന്നും നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഫലമ്മ ബലഗ മഅസ്സഅയ, സ്വന്തം നടക്കാനുള്ള ഒരു പ്രായം. ഒരുപാട് വലിയ ആരോഗ്യവും വലിയ മല്ലനൊന്നും ആയില്ല. അതിനു മുമ്പേ തന്നെ കൊച്ചു പറഞ്ഞു, ഇൻഷാ അല്ലാഹ് മിനസ്സാബിരീൻ. ഈ ഒരു സംസാരം ആ കുട്ടിയിൽ നിന്നും ഉണ്ടായത് വെറുതെയല്ല, നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ മുഴുവൻ അഹ്കാമുകളും ഇസ്ലാമിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളും നമ്മൾ കുടുംബസമേതം നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മക്കളെയും ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഓരോ ദുൽഹിജ്ജ 10-നും നമുക്ക് പ്രത്യേകമായ ഒരു സുന്നത്തായി ഹാജിമാർ അവിടെ കല്ലെറിയുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഈ സുന്നത്തിനെ തുടർന്നുകൊണ്ടുള്ള ഉളുഹിയ. മൻ ലഹ ത്വയ്യിബതൻ നഫ്സഹു മുഹ്തസിബൻ ലിഉളുഹിയതിഹി കാനത് ഹിജാബൻ മിനന്നാർ. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ദേഷ്യവും പിരാക്കും വിഷമവും ഒന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ഉളുഹിയ അറുത്താൽ അതവന് നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും, തടസ്സമായിരിക്കുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ വരുന്ന ഉളുഹിയയുടെ സമയം അഥവാ ദുൽഹിജ്ജ 10-ലേക്ക് നാം റെഡിയാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിനുള്ള സാമ്പത്തിക